വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് രംഗന. എന്നുള്ളവരുടെയും വിശേഷം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മേക്കപ്പാണ്. ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലുക്കിൽ. അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്ന് ചോദിച്ചിരുന്നു ഈ ഒരു ലുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ആ ഒരു ലുക്കാണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യണത്. ആദ്യം നമ്മൾ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ക്ലെൻസറോ ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സ്കിൻ്റെ pH ഒക്കെ ബാലൻസ് ചെയ്യാൻ നല്ലതായതുകൊണ്ട്. നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകുമല്ലോ, അത് നമ്മുടെ ഫേസിന് അധികം ബാധിക്കില്ല സ്കിൻ്റെ pH ബാലൻസ് ആയിരുന്നു കഴിഞ്ഞാൽ. അതുപോലെ മോയ്സ്ചറൈസിങ് ലോഷൻ വന്നിട്ട് ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതും നമ്മുടെ സ്കിൻ സേഫാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വേറെ പ്രൈമറോ കാര്യങ്ങളോ ടോണറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നേരിട്ട് ഫൗണ്ടേഷനിലോട്ട് കിടക്കാണ്. ഇത് വന്നിട്ട് മസ്റ്റ് ഹാവിൻ്റെ ഒരു മേക്കപ്പ് കിറ്റാണ് കേട്ടോ. ഈബ കോസ്മെറ്റിക്സുകാരെ പറ്റി അറിയാലോ, അവർ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു കിറ്റിൽ വന്നിട്ട് നമുക്ക് വരുന്നത് ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ലിപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരാണ്, എന്നാൽ ചെറുതായിട്ട് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മറയ്ക്കണം, ലിപ്സിന് കുറച്ചൊക്കെ കളർ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റുകൾ യൂസ് ചെയ്യാം. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഓവറായിട്ടൊന്നും ഇരിക്കില്ല, നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഒരുപാട് ലിപ്സ്റ്റിക് ഇട്ടൊരു ഫീലും ഇല്ല. പിന്നെ നമുക്കിതിലൊരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ചാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, ലൈറ്റായിട്ട്. വേറെയും കുറേ ഷെയ്ഡ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ എക്സാക്റ്റ് ഷെയ്ഡ് നോക്കി വാങ്ങിയാൽ മതി. പിന്നെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് സ്പഞ്ച് വന്നിട്ട് ഈ ബേഡ മേക്കപ്പ് പൗച്ചിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫൗണ്ടേഷനൊക്കെ നല്ലപോലെ സ്മൂത്ത് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു പൗച്ചിൽ നമുക്ക് അത്യാവശ്യത്തിന് മേക്കപ്പിന് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സാണ്, അല്ലെങ്കിൽ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാത്തവരാണ്, ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ ആ ഒരു മേക്കപ്പ് പൗച്ച് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മുഖവും കഴുത്തൊക്കെ വേറെ വേറെ കളറായിട്ടിരിക്കും, ശരിക്കും പുട്ടിയടിച്ച പോലെ തോന്നും. പിന്നെ ഞാൻ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്തപ്പോൾ കുറച്ച് ലിപ്സിലോട്ടൊക്കെ ആയിട്ടോ. അപ്പോൾ ലിപ്സ് ഇത്തിരി ഷേപ്പില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തു. അതിനുശേഷം ഇത് ഈ ബേയുടെ ഒരു കൺസീലറാണ്. ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഇത് കൺസീലർ ഞാൻ ഉപയോഗിക്കണേലും നല്ലത് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണല്ലോ. എന്നാലും ഞാൻ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷനുള്ള ഭാഗത്തും കണ്ണിനും താഴെയും ഒക്കെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ മേക്കപ്പൊക്കെ ചെയ്യാൻ പഠിച്ച് വരുന്നുള്ളെങ്കിൽ കൺസീലർ ഫൗണ്ടേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആകെ വട്ടാകുന്നുണ്ടായിരിക്കും അല്ലേ. എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ പഠിക്കുന്നൊക്കെ ഉള്ളെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺസീലറൊന്നും യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ആദ്യം ഒരു ഫൗണ്ടേഷൻ, നല്ലൊരു ഫൗണ്ടേഷൻ വാങ്ങി വെച്ചാൽ മതി. എന്നിട്ട് നമ്മളത് ആദ്യം ഫേസിലിട്ട് നോക്കുക. ഇപ്പോൾ ചിലർക്ക് നെറ്റിയുടെ രണ്ട് സൈഡിലും വെയിൽ കൊണ്ട് ഇങ്ങനെ കരിവാളിപ്പുണ്ടായിരിക്കും, ടാൻ ഉണ്ടായിരിക്കും. അതുപോലെ ഫേസിൽ കുരുക്കൾ വന്നു പോയ പാടുകൾ, പിഗ്മെൻറ്റേഷൻ, പെർമനൻറ്റ് ആയിട്ടുള്ളൊരു പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടും അവിടെ ആ കരിവാളിപ്പുണ്ട്, കുരുക്കളുടെ പാടുകളൊന്നും മറയണില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കൺസീലറിനെ നമ്മുടെ മേക്കപ്പിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കൺസീലർ വാങ്ങിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഷെയ്ഡിനും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫേസ് ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് കൂടെ കിട്ടും അത്തരത്തിലുള്ള കൺസീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഈബേയുടെ ഈ ഒരു കൺസീലർ വന്നിട്ട് ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ലിപ്സിന് ചുറ്റുള്ള പിഗ്മെൻറ്റേഷൻ കളയാനും അതുപോലെ നെറ്റിയുടെ രണ്ട് സൈഡിലും ഈ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പുണ്ട്, അപ്പോൾ അവിടെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തു. പിന്നെ കുരു വന്നു പോയ പാടുകളുള്ള ഭാഗത്ത് അവിടെയൊക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ നോസിൻ്റെ ബ്രിഡ്ജിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ചില കൺസീലറുകൾ, നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള കൺസീലറുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും ഡാർക്കർ ഷെയ്ഡിലുള്ളത് കൺസീൽ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ബേയുടെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് വന്നിട്ട് ഒരു മൾട്ടി പർപ്പസ് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ്. നമുക്ക് ചീക്സിൽ യൂസ് ചെയ്യാം, ലിപ്സിൽ യൂസ് ചെയ്യാം, ഐ ഷേഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടിൻറ്റ് വെച്ചിട്ട് ഞാൻ ഐ ഷേഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഈ ഒരു മേക്കപ്പ് പൗച്ചിൽ വരുന്നത് ഹൈലൈറ്റർ ആണ് കേട്ടോ. അവസാനത്തെ പ്രൊഡക്റ്റാണ്, പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ക്രീമി ടെക്സ്ചറാണ്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കേക്ക് ആയിട്ടിരിക്കും. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. എല്ലാ പ്രൊഡക്ട്സും നന്നായിട്ടേക്ക് തോന്നി. വെർത്താണ് ഈ ഒരു പ്രൈസിന്.
ചില ബ്രാൻഡിൻ്റെ ഒക്കെ ഇതേ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. പിന്നെ എങ്ങനെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ? പലതരത്തിലുള്ള ഹൈലൈറ്റേഴ്സ് ഉണ്ട്. ക്രീമി ഹൈലൈറ്റേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ലിക്വിഡ് ഹൈലൈറ്റേഴ്സ് തുടക്കക്കാർക്ക് അത്ര നല്ലതല്ല കേട്ടോ. പൗഡർ ഹൈലൈറ്റേഴ്സ് അതുപോലെ ക്രീം ഹൈലൈറ്റേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ, ബോൺസിൻ്റെ ഒക്കെ ഒരു ഉയർന്ന ഭാഗങ്ങളില്ലേ, അവിടേക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നൈറ്റ് നമ്മൾ ചെയ്യുന്ന മേക്കപ്പിനെ ഹൈലൈറ്റ് ചെയ്താലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ട്, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ലിപ് ലൈനറാണ് കേട്ടോ. ഭയങ്കര ക്രീമിയാണ്, അതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതില്ലേ, പിന്നെ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റ് ഓഫ് ലിപ് ലൈനേഴ്സാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിച്ച് നോക്കണം. നമുക്ക് ലിപ്സിൽ ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാം, പിന്നെ ഐ ഷാഡോ ആയിട്ട് ആ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ കണ്ടില്ലേ, ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത് ഈ ഒരു ലിപ് ലൈനേഴ്സ് വെച്ചിട്ട്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ കാജൽ എഴുതുന്ന പോലെ കണ്ണിന് ചുറ്റും എഴുതി കൊടുക്കാം. പിന്നെ ഐബ്രോസിൽ എഴുതി കൊടുക്കാം. ഐബ്രോസ് ഫില്ല് ചെയ്തത് ഞാനിത് വെച്ചിട്ടാണ്. നമുക്ക് കോണ്ടൂർ ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ലിപ് ലൈനേഴ്സാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കണ്ണിനുള്ളിൽ ഞാൻ കാജൽ വെച്ച് എഴുതി കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒരു മസ്കാര, ലാക്മിയുടെ മസ്കാര ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാൻ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോണത്. ഈ ഒരു ഹെയർ സ്റ്റൈല് ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡെയിലി സ്ഥിരം എന്നോണം ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലായിട്ടാണ് ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ആ സമയത്ത് എങ്ങനെയത് ചെയ്യണേന്ന്. എനിക്കുണ്ടല്ലോ, നമ്മൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യൂലേ, മുടി കെട്ടണതും മേക്കപ്പ് ചെയ്യണതും, അതൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. മേക്കപ്പ് തന്നെ ഞാനിപ്പോൾ പഠിച്ച് വരുന്നുള്ളൂ ക്യാമറയിൽ നോക്കി ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഹെയർ സ്റ്റൈൽ എനിക്ക് പറ്റണില്ല. ഞാൻ കുറേ നോക്കി. അങ്ങനെ അവസാനം ഞാൻ വലിയൊരു മിറർ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ മുടി കെട്ടണത്. അല്ലെങ്കിൽ ആകെ കൊളാകും. 2-3 വട്ടമൊക്കെ ചെയ്തിട്ട് ശരിയാക്കാണ്ട് ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് കേട്ടോ കെട്ടിയിട്ട് ശരിയായത്. ക്യാമറയിൽ നോക്കുമ്പോൾ പറ്റണില്ലാന്ന്. അതാണ്. ഇനി ഞാൻ ഇടയിൽ നിന്ന് കുറച്ചിങ്ങനെ വലിച്ചിടുന്നുണ്ട് കേട്ടോ മുടി. ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സുപരിചിതമായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പണ്ട് കോളേജിൽ പോയിരുന്ന സമയത്ത് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് മുടിയെടുത്ത് അതിങ്ങനെ വകഞ്ഞ് കണ്ട ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയണില്ല. ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്യാൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് കേട്ടോ. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ശരിക്കും അറിയില്ല. എങ്ങനെ ഹെയർ എടുത്തു, അങ്ങനെ ഓരോ സ്ട്രാൻഡ് ഉള്ളിലേക്ക് എടുക്കണതും ഒക്കെ പറയണ്ടേ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ മുടികെട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് നന്നായിട്ട് ഹെയർ സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇന്ന് തലയിൽ കുറേ എണ്ണ ഇട്ടുകൊണ്ടേ മുടി ശരിക്കും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ജസ്റ്റ് ഒരു സ്റ്റഡ് ഇയറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ ഗോൾഡൻ കളറിലുള്ള സ്റ്റഡാണ്. പിന്നെ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ദുപ്പട്ട ഇട്ട് കൊടുക്കാം. ദുപ്പട്ട വന്നിട്ട് ഈ ഒരു മേക്കപ്പ് പൗച്ചിൻ്റെ കൂടെ ഫ്രീ കിട്ടണതാണ്. ഇബ കോസ്മെറ്റിക്സുകാർ നമുക്ക് ഫ്രീ തരുന്നതാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൂപ്പൺ കോഡും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റും ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങേണ്ടവർ ആ കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. ഞാനിപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ആമസോണിലുള്ള ലിങ്കാണ്. ഇന്നത്തെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ, ബൈ ബൈ, ഉമ്മ.